റോഡ് തുറന്നു നൽകിയിട്ട് ഒരു മാസം കൊണ്ട് നിരവധി അപകടങ്ങളും മരണങ്ങളും സംഭവിച്ച റോഡിൽ ജില്ലാ കളക്ടർ നേരിട്ടെത്തി പരിശോധന നടത്തി. ഇടുക്കി ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിലാണ് പുനർനിർമ്മാണത്തിന് ശേഷം അപകടം പതിവായത്. മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് കളക്ടർ എത്തി പരിശോധന നടത്തിയത്. വേണ്ട സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിനും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും കളക്ടർ നിർദ്ദേശം നൽകി. 140 കോടി മുടക്കി പുനർനിർമ്മിച്ച റോഡിൽ ഗ്യാപ്പ് റോഡ് മുതൽ ബൈസൺ വാലി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിലാണ് അപകടങ്ങൾ പതിവായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 7 അപകടങ്ങൾ നടക്കുകയും ഇതിൽ 3 പേർ മരണപ്പെടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് മുൻപ് ജില്ലാ കളക്ടർ മോട്ടോർ വാഹന വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. പ്രാഥമികമായി ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും കളക്ടർ നിർദ്ദേശം നൽകി. അതേസമയം കുത്തിറക്കവും കൊടുംവളവും നിറഞ്ഞ റോഡിലൂടെ ഇറക്കമിറങ്ങുമ്പോൾ ബ്രേക്ക് നഷ്ടപ്പെടുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. ഗ്യാപ്പ് മുതൽ ബൈസൺ വാലി വരെയുള്ള 7 കിലോമീറ്റർ ദൂരം തുടർച്ചയായി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക, ക്രാഷ് ബാരിയർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ തുടർച്ചയായി ക്രാഷ് ബാരിയർ സ്ഥാപിക്കുക, ലൈറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് നടപ്പാക്കുക. കൂടാതെ പുറമേ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് റോഡിനെക്കുറിച്ചുള്ള ഒരു ധാരണ കൊടുക്കുന്നതിന് അപായ മുന്നറിയിപ്പ് ബോർഡുകൾ പല ഭാഗങ്ങളിലുമായി സ്ഥാപിക്കുക. ഈ നിർദ്ദേശങ്ങളാണ് ഇനി വരുന്ന റിപ്പോർട്ടിൽ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്കടക്കം റോഡിന്റെ സാഹചര്യം അറിയാത്തതിനാൽ വേഗതയിൽ വാഹനം ഓടിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് റോഡ് മുതൽ ബൈസൺ വാലി വരെ ഒരാഴ്ചയ്ക്കുള്ളിൽ അപകട മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡ് സ്ഥാപിക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.